Human shall be punished with simple imprisonment for a term of human shall be punished with simple imprisonment for a term of 3 years. എന്ന് പറയുമ്പോൾ അൻസിബ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ അന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ അൻസിബയെ കുറിച്ച് ഇങ്ങനെ വേറെ ഒരു പുരുഷനുമായിട്ട് കോംപ്രമൈസിങ് സിറ്റുവേഷനിൽ അൻസിബയെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ 79 എന്തായാലും അട്രാക്ട് ചെയ്യും. അത് കൂടാണ്ട് ഇന്റിമിഡേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. 351 വരുന്നുണ്ട്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. അൻസിബ ലക്ഷ്മിപ്രിയ തന്നെയാണ് നമ്മുടെ വീഡിയോൻ്റെ വിഷയമെന്ന് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള ഈ ഒരു വോയിസ് റെക്കോർഡ് ജയചന്ദ്രൻ രാമചന്ദ്രൻ, സെക്രട്ടറി ഓഫ് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി, തിരുവനന്തപുരം, അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ഇന്നൊരു ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് അത് കേട്ടു എന്നുള്ള അറിയില്ല. ഈ ഒരു വിഷയം ഫോളോ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളതായിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വിഷയം എടുത്ത് വീഡിയോ ചെയ്തത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വിഷയത്തിൽ അൻസിബയുടെ കൂടെ നിന്ന് സംസാരിച്ചൊരു വ്യക്തിയാണ്. അവരുടെ പേഴ്സണൽ ലൈഫ് എന്തോ ആയിക്കോട്ടെ, ഏതൊരു വ്യക്തിയാണെങ്കിലും പേഴ്സണൽ ലൈഫ് എന്തോ ആയിക്കോട്ടെ, പേഴ്സണൽ കാര്യങ്ങൾ പ്രത്യേകിച്ച് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, അതായത് അവിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ട് എത്രത്തോളം തരം താണ് സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം തരം താണ് റിപ്പീറ്റഡായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ. ഫസ്റ്റ് പാർട്ട് ഈ ഒരു ക്യാൻ ചാനൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൽ വന്നു. കേസ് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അൻസിബയുടെ ഒരു പോസ്റ്റ് വന്നു. പിന്നെ 4 മണിക്ക് ഈ ഒരു ചാനലിൽ വീഡിയോ വരുന്നുണ്ട്. 4 മണിക്ക് കാണാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല എന്ന്. പിന്നെ ഫസ്റ്റ് പാർട്ട് വന്നു, സെക്കൻഡ് പാർട്ടും വന്നു. ഞാൻ മനസ്സിലാവുന്നത് ആ ഒരു ചാനലിന് റെസ്പോൺസിബിലിറ്റി വരില്ല, ആ ഒരു കേസ് ലക്ഷ്മിപ്രിയയ്ക്ക് മാത്രമായിരിക്കും. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അവതാരകനായി ചോദിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും എടുത്തു പറയാൻ താല്പര്യം ലക്ഷ്മിപ്രിയയ്ക്ക് ഈ അവിഹിത കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത്രയും മോശമായിട്ട് പരദൂഷണം ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള സംസാരമായിരുന്നു ലക്ഷ്മിപ്രിയയുടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ കംപ്ലീറ്റ് കണ്ടിരുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്ന് ഈ ജയചന്ദ്രൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ഈ ലീഗൽ ടേംസ് വെച്ചിട്ടുള്ള വീഡിയോ വന്നിട്ടുള്ളത്. ഞാൻ ആ കംപ്ലീറ്റ് വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം. വോയിസ് ക്ലിപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്ന് നമ്മുടെ ആലപ്പി അഷ്റഫിൻ്റെ കണ്ടതും കേട്ടതും എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു ക്ലിപ്പ് പുള്ളി പുറത്തു വിട്ടിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ഏത് സമയത്ത് ഏത് രീതിയിലാണ് പെരുമാറുക എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ഓഫീസിൽ വെച്ചിട്ട് പ്രാഗിയിട്ടുള്ള നീനാകുറുപ്പിനായിട്ടുള്ള ആ പ്രാഗൽ ഓഡിയോ ഒരിക്കലും മലയാളിക്ക് മറക്കാൻ കഴിയില്ല കേട്ടവർക്ക്. അപ്പോൾ അത്രയധികം പ്രാഗിയിട്ടുള്ള നീനാകുറുപ്പിനെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അഭിനയ സിംഗം മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സാധനം പുള്ളി പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ അതും കൂടി ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വോയിസ് ക്ലിപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ലക്ഷ്മിപ്രിയയുടെ സ്വഭാവം ഒരിക്കലും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഏത് സമയവും ഏത് വിധേനയും അത് മാറാം. ഇത് പറയുവാൻ ഇതിനെ ശരിവെക്കുന്ന ഒരു സംഭവമുണ്ട്. ജനറൽ ബോഡിയുടെ അടുത്ത ദിവസം അമ്മയുടെ ഓഫീസിൽ അത് അരങ്ങേറി. നീനാക്കുറുപ്പിന് നേരെ ലക്ഷ്മിപ്രിയ പുഴുത്തു ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറയുന്ന വോയിസ് ക്ലിപ്പ് കേൾക്കാത്തവർ ആരും തന്നെ ഇല്ലല്ലോ. അതേ ലക്ഷ്മിപ്രിയ തന്നെ നീനാക്കുറുപ്പിനെ അമ്മയുടെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. നീനാക്കുറുപ്പ് ആകെ സ്തംഭിച്ചു നിന്നുപോയി. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ ഇതാ തെളിവ് തരാം. നമ്മൾ വിചാരിച്ച സാധനം ഉണ്ടല്ലോ, നമ്മളതിൽ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം അവിടെ ആ ഓഡിയോ കേൾക്കുന്ന ആ വീഡിയോയിൽ തന്നെ ഒരാൾ ഓഡിയോയിൽ പറഞ്ഞു അയ്യേന്ന്. ഇത് കണക്റ്റഡായിട്ട് പറയണമെന്ന് അറിയില്ല. അവർ പ്രശ്നങ്ങൾ തീർക്കണം എന്നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ആക്ട് കണ്ട സമയത്തേ ചിലപ്പോൾ അതിന് മുന്നേയും പിന്നെയൊക്കെ ഉണ്ടായിരിക്കാം, ഒരു പ്രശ്നങ്ങൾ തീർത്ത് പോട്ടെ. പക്ഷേ എന്നാലും അജാതി പ്രാക്കാണ് പ്രാഗിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ അൻസിബേനായിട്ട് ഇതേമാതിരി കെട്ടിപ്പിടിച്ചിട്ട് കോംപ്രമൈസ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, പ്രശ്നങ്ങൾ തീർന്നു പോട്ടെ. വളരെ നിസ്സാര ചീഞ്ഞ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളല്ല, കാരണം ഇവരൊക്കെ അതൊക്കെ ഒന്ന് പുറത്ത് പറയുകൊണ്ടാണ്. ഇനി ഞാൻ ആദ്യം പ്ലേ ചെയ്തിട്ടുള്ള ആ ഒരു വോയിസ് ക്ലിപ്പിൻ്റെ കംപ്ലീറ്റ് വേർഷൻ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. 3 വിഷയം. ഒരു സ്ത്രീയും പുരുഷനും ഒരു റൂമിലിരുന്നോ അവരെന്തെങ്കിലും അവരുടെ സ്വകാര്യതയിൽ എന്തൊക്കെ രൂപ ചെയ്യുന്നു എന്നുള്ളത് ഹോട്ടലുകാർക്കോ പിടിക്കാനോ മോറൽ പോലീസിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള ജഡ്ജ്മെന്റ്സ്.
ഇതാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ചോദ്യം ചെയ്യാനും ഈ മോറൽ പോലീസിങ് നടത്താൻ ഇവരാരാ, ഇതിനൊക്കെ പുറമെ ഇത് വിളിച്ചു വരുത്തുക, അത് വീഡിയോ എടുക്കുക. ഇവരവിടുന്ന് പിടിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ഒരു പെൺകുട്ടിയുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർ വീഡിയോ എടുക്കുക. എന്നിട്ട് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ കോംപ്രമൈസിങ് സിറ്റുവേഷനിലാണ് അവരെ പിടിച്ചതെന്ന് പറയുന്നത്. നമ്മൾ നന്നാക്കി പറയാണ്, മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ പറയുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരെ പിടിച്ചു. അതിൻ്റെ തെളിവ് കയ്യിലുണ്ട്. അത് ഒരു സ്ഥലത്തു നിന്നല്ല, പല സ്ഥലത്തു നിന്നും ഇതൊരു വ്യക്തി വന്നിരുന്ന് പറയാണ്. രണ്ട് അഡൽട്സ് അവരുടെ സ്വകാര്യതയിൽ എന്ത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ക്ലിയർ ആണ് നിയമം അതിനെ സംബന്ധിച്ച്. അപ്പൊ അവിടെ അങ്ങനെ സംഭവിച്ചാൽ പോലും നിയമമൊന്നും അവിടെ ഇല്ല. രണ്ടാമത്തെ വിഷയം, ഈ പറഞ്ഞു കേട്ടിട്ടുള്ള രീതിയിൽ അൻസിബ എന്ന് പറയുന്ന കുട്ടിക്കെതിരെ മറ്റേ വ്യക്തി ശ്രീമതി ലക്ഷ്മിപ്രിയ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഡിഫമേഷൻ മാത്രമല്ല അവിടെ വരുന്നത്. ഡിഫമേഷൻ മാത്രമാണെങ്കിൽ കോഗ്നൈസബിൾ ഒഫൻസ് അല്ല, നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അപ്പൊ 356 ഡിഫമേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോലീസിന് കേസ് അത് എടുക്കാൻ ഒക്കത്തില്ല. അത് കോടതിയിൽ പോകേണ്ട ഒരു ഒഫൻസ് ആണ് 356 BNS ഡിഫമേഷൻ. പക്ഷെ ഇവിടെ ഒരു പുരുഷനുമായിട്ട് ഇങ്ങനെ പിടിച്ചു എന്ന് പറയുമ്പോൾ കോഗ്നൈസബിൾ ഒഫൻസ് ആയ 79 BNS അട്രാക്റ്റഡ് ആണ്. 79 BNS എന്ന് പറയുന്നത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അതിന് യാതൊരു സംശയവും ഇല്ല. അത് പറഞ്ഞുകൊണ്ടാണോ അൻസിബ കേസിന് ഇത് പോലീസിന് പരാതിപ്പെട്ടു? അൻസിബയുടെ പരാതി എന്താണെന്ന് വായിച്ചു നോക്കാതെ നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം അൻസിബയുടെ പരാതിയിൽ എന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാണെന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് അവര് നാച്ചുറലി കോടതിയിൽ പോകണമെന്ന് പറയേണ്ടി വരും. മറിച്ച് BNS 79 വേർഡ് ജസ്റ്റർ ഓർ ആക്ട് ഇന്റൻഡഡ് ടു ഇൻസൾട്ട് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ. അതിനകത്ത് whoever utters any words, makes any sound or gesture, or exhibits any object in any form intending that such word or sound shall be heard, or that such gesture or object shall be seen by such woman, or intrudes upon the privacy of such woman, shall be punished with simple imprisonment for a term of 3 years. എന്ന് പറയുമ്പോൾ അൻസിബ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ അൻസിബയെ കുറിച്ച് ഇങ്ങനെ വേറെ ഒരു പുരുഷനുമായിട്ട് കോംപ്രമൈസിങ് സിറ്റുവേഷനിൽ അൻസിബയെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ 79 എന്തായാലും അട്രാക്ട് ചെയ്യും. അത് കൂടാണ്ട് ഇന്റിമിഡേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. 351(3) വരുന്നുണ്ട്. അത് 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. ആ ക്രിമിനൽ ഇന്റിമിഡേഷൻ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്തും, അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യും, നിന്റെ പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യും. ഇതൊന്നും മാത്രമല്ല ക്രിമിനൽ ഇന്റിമിഡേഷൻ വരുന്നത്. ക്രിമിനൽ ഇന്റിമിഡേഷൻ ഒരു സ്ത്രീയുടെ ചാസ്റ്റിറ്റിയെ കുറിച്ച് അലിഗേഷൻസ് ഉന്നയിക്കുന്നതും ഒരു ക്രിമിനൽ ഇന്റിമിഡേഷനാണ്. അവരുടെ ചാസ്റ്റിറ്റിയെ കുറിച്ച് പരസ്യമായിട്ട് വന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ക്രിമിനലി ഇന്റിമിഡേറ്റ് ആൻഡ് സൈലൻസ്. സിനിമാ ഫീൽഡിൽ ഇന്ന് നടക്കുന്ന വിവാദങ്ങളെ കുറിച്ച് അവർ സംസാരിക്കാതെ അവര് സൈലന്റ് ആക്കാൻ വേണ്ടിയാണ് എപ്പോഴും ഏത് മേഖലയിലാണെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച് ആ സ്ത്രീ ഇമ്മോറൽ ആണെന്ന് പറഞ്ഞാലാണ് സ്ത്രീകളെ ഇഫക്റ്റീവായിട്ട് സൈലൻസ് ചെയ്യുക. ഏത് സ്ത്രീ രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിൽ വന്നാലും ആ സ്ത്രീയെ കുറിച്ച് ഇങ്ങനത്തെ കാര്യം പറഞ്ഞാൽ ആ സ്ത്രീ അങ്ങ് സൈലന്റ് ആയിരിക്കും. ഇതാണ് സംഭവം. എത്രത്തോളം എക്സ്ട്രീം ലെവലിലുള്ള ഒരു മൂവാണ്, എത്രത്തോളം തരം താണ പ്രവൃത്തിയാണ് ഇവിടെ ലക്ഷ്മിപ്രിയ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവർ പറഞ്ഞില്ല, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, അവിഹിതം പറയാനാണ്. പുലി പതുങ്ങിയിട്ട് ചാടുന്നത് അവിഹിതം പറയാനാണ്. പുലികൾക്ക് തന്നെ മാനക്കണം. എൻ്റെ അഭിപ്രായത്തിൽ പുലികൾ കേസ് കൊടുക്കണം ഇവർക്കെതിരെ. റോട്ടിലിറങ്ങിയെന്നാൽ 5 ആൾക്കാർ, മിനിമം 5 ആളെങ്കിലും സെൽഫി എടുക്കാൻ വരും. ഉണ്ടായിരിക്കാം ഒരു പക്ഷേ കേട്ടോ, അവരുടെ ലൈഫിലൊരു കാര്യമായിട്ട് പറഞ്ഞതായിരിക്കാം. എന്തായാലും അതൊരു ക്രിമിനൽ ഇന്റിമിഡേഷൻ ആണ്. 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ്. 79 എന്ന് പറയുന്ന കോഗ്നൈസബിൾ ഒഫൻസിന്റെ കൂടെ 351(3) അതേപോലെ തന്നെ 356 ഡിഫമേഷന് ചാർജ് ചെയ്യാനൊക്കെ. കാരണം ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നോൺ കോഗ്നൈസബിൾ ഒഫൻസസ് കൂടെ ചാർജ് ചെയ്യാനൊക്കെ. അതുകൊണ്ട് പോലീസിന് ഇതിനകത്ത് FIR ഇടാനൊക്കെ. പിന്നെ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ
ഈ അൻസിബയുടെ പുറകെ കൂടെ ജിഹാദീസ് ഉണ്ടെന്ന് പറയുന്നു. പോലീസ് ഇതിൽ എന്താ FIR ഇട്ടോ, അതിൻ്റെ അപ്ഡേറ്റ് എനിക്കില്ല. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നൊക്കെയാണ് അതിൽ കേൾക്കുക. പോലീസ് അത് ഫസ്റ്റ് ഇത് തന്നെ ടിനി ടോമിൻ്റെ ആ ഒരു കേസ് എടുക്കാൻ പറ്റില്ല എന്ന് തള്ളുണ്ടായിട്ടില്ല. പക്ഷേ ലക്ഷ്മിപ്രിയയുടെ കേസിൽ എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അതെ, പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആണ്, പബ്ലിക് മിസ്ചിഫ് ആണ്. അത് 353 BNS ആണ്. അത് രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ, മതവിഭാഗം ആളുകൾ തമ്മിൽ എനിമിറ്റി ഉണ്ടാക്കാനും, ഈ അൻസിബ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടും ഇവിടുത്തെ മെജോറിറ്റി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്കെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അപ്പൊ 353 BNS അതിൽ അട്രാക്റ്റഡ് ആണ്. അതായത് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതാണല്ലോ അതിന്റെ അർത്ഥം. ഇപ്പോൾ ജിഹാദി എന്ന് പറയുന്നത് മുസ്ലിം തീവ്രവാദം എന്നാണല്ലോ അതിന്റെ പൊതുവെ ഉള്ള ഒരു ധാരണ. ജിഹാദ് എന്ന് പറയുന്ന വാക്ക് അതിന്റെ ശരിക്കുള്ള അർത്ഥത്തിൽ നിന്നും വളച്ചൊടിച്ച് വെച്ചിട്ട് ഇപ്പോൾ പറയപ്പെടുന്നത് ജിഹാദി എന്ന് പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദികൾ എന്നുള്ളതാണ്. അപ്പൊ അവരാണ് അൻസിബയുടെ പുറകിൽ എന്ന് പറയുമ്പോൾ മുസ്ലിം തീവ്രവാദികൾ അൻസിബയുടെ പുറകിൽ ഉണ്ടെന്നുള്ളത് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അത് ഹൈന്ദവ സമൂഹവും മറ്റ് സമൂഹത്തിൽപ്പെട്ട ആളുകളും ഇവർക്കെതിരെ തിരിയണം. ആ ഉദ്ദേശത്തിലാണല്ലോ അങ്ങനെ പറയുന്നത്. അതെ, തീർച്ചയായും. മാത്രമല്ല, ഒരാളുടെ പുറകിൽ ജിഹാദികളുണ്ട് എന്ന് വേറെ ഒരാൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് അത് അന്വേഷിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് തീവ്രവാദം വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും. അപ്പോൾ ഈ ആരോപണം ജിഹാദി എന്ന് അല്ലെങ്കിൽ ജിഹാദികൾ പുറകിലുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ വിളിച്ച് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്താണ് എന്ന് അന്വേഷിക്കണം. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് നടപടിയെടുക്കണം. അൻസിബയുടെ പുറകിൽ ജിഹാദികൾ ഉണ്ടെങ്കിൽ ആ ജിഹാദികൾ ഉണ്ടെന്ന് ഇൻഫർമേഷൻ ഉള്ള ആളുകൾ പരസ്യമായി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി ആ പറഞ്ഞിട്ടുള്ള ആളുകളെ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല. വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അവരുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്, എങ്ങനെയാണ്. ചിലപ്പോൾ ഇനി അങ്ങനെ ആണെങ്കിൽ അത് അന്വേഷിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും അടക്കം ജീവനെ ബാധിക്കുന്ന കാര്യമല്ലേ ജിഹാദികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മളിപ്പോ ജിഹാദികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ടെററിസ്റ്റിനെ അല്ലേ. അപ്പൊ അങ്ങനെ കുറച്ചു പേര് ഒരാളുടെ പുറകിൽ ടെററിസ്റ്റ് ഉണ്ട് എന്ന് വേറെ ഒരാൾ ആരോപിക്കുകയാണെങ്കിൽ ആ ആരോപണം ശരിയാണോ എന്ന് അന്വേഷിക്കണം. ശരിയാണെങ്കിൽ നടപടി. സമൂഹത്തിൽ ഇത്തരം അലാം സൃഷ്ടിക്കുന്ന ആരോപണങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികൾക്കെതിരെ ഞാൻ ഈ പറഞ്ഞ നിയമവകുപ്പ് അനുസരിച്ച് നടപടിയെടുക്കും. അതായത് സാർ പറയുന്നത് ഇപ്പോ ഇത്രയും വകുപ്പുകൾ മറ്റേതിൽ അട്രാക്ട് ചെയ്യും എന്നതിനപ്പുറത്തേക്ക് അൻസിബ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും ലക്ഷ്മിപ്രിയയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണക്കിലെടുത്തുകൊണ്ട് പോലീസിന് സ്വമേധയാ അന്വേഷണം നടത്താനുള്ള റൈറ്റ് ഉണ്ടെന്നാണോ? റൈറ്റ് ഉണ്ടെന്നല്ല, ഞാൻ ആവശ്യപ്പെടുകയാണ് അടിയന്തരമായിട്ട് പോലീസ് ഇതിൽ അന്വേഷിക്കുന്നത്. കാരണം എന്റെ ജീവനും അണ്ടർ ത്രെറ്റ്. എന്റെയും ഐശ്വര്യയുടെയും ജീവൻ അണ്ടർ ത്രെറ്റാണ്. ഇത് ലക്ഷ്മിപ്രിയ മാത്രം പറഞ്ഞു എന്നുള്ളതല്ല, മറ്റു ചിലരും പറയുന്നത്. അപ്പൊ അങ്ങനെ ജിഹാദികൾ ഉണ്ടെന്ന് ഇവർക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്? ഇവരുടെ ഇൻഫർമേഷൻ ശരിക്കുള്ള ഇൻഫർമേഷൻ ആണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും അൻസിബയ്ക്കെതിരെയും അൻസിബയുടെ പുറകിലുള്ള ജിഹാദികൾക്കെതിരെയും പോലീസ് അടിയന്തരമായിട്ട് നടപടിയെടുക്കണം. എങ്കിലല്ലേ നമ്മളൊക്കെ സുരക്ഷിതരാകുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണം. തീർച്ചയായും. ഒരിക്കലും എന്നെയോ നിങ്ങളെയോ ഭയപ്പെടുത്തുന്ന രീതിയിൽ, നമ്മളുടെ മനസ്സിൽ ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടിക്കെതിരെ ഇതുപോലത്തെ ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ആരോപണം ഇനി സമൂഹത്തിൽ ആരും ആർക്കും എതിരെ ഉന്നയിക്കാൻ പാടില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് അതാണ്. അൻസിബയുടെ പുറകിൽ ജിഹാദികൾ ഉണ്ടെങ്കിൽ അത് ആ ജിഹാദികളെയും അൻസിബയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മറിച്ച് അൻസിബയുടെ കൂടെ ജിഹാദികൾ ഇല്ലെങ്കിൽ വ്യാജമായ ഇത്തരം ആരോപണങ്ങൾ സമൂഹ പ്രചരിപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ കർക്കശമായ നടപടിയെടുക്കും. തീർച്ചയായും സർ. അതിന് ഒരു വ്യക്തമായ പരാതിക്കാരൻ ഉണ്ടാകണം എന്നുണ്ടോ ഈ വിഷയത്തില്? പരാതിക്കാരൻ വേണ്ട കാര്യമില്ല. ജിഹാദ് എന്ന് ഈ ടെററിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ. പോലീസ് സോമോട്ടോ കേസ് എടുക്കണം. ഓക്കെ. പോലീസ് നമ്മളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാനായിട്ട് സർക്കാർ. യെസ്, ഇതിൻ്റെ പൂർണ്ണ രൂപം ക്രൈം ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്. ഇത് കാര്യം ഇപ്പോൾ മൂപ്പര് പറഞ്ഞ് ഭയങ്കര ഗൗരവമാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന അഭിഹിതത്തിലാണ്. നമ്മളെന്താ നോക്കുന്നത്?
സനാതനധർമ്മം ഫോളോ ചെയ്യുന്നൊരു വ്യക്തി മറ്റൊരാൾക്ക് മദ്യം വാങ്ങിക്കൊടുക്കുന്നു. കുലസ്ത്രീ സനാതനധർമ്മം ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ തപ്പിത്തന്നെ കണ്ടുപിടിക്കുന്നില്ല. സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ മദ്യം വാങ്ങിക്കൊടുക്കും പറഞ്ഞൊക്കെ. കുടിക്കുന്നതിന് പിന്തിരിപ്പിക്കുക അവരോടൊന്നുമില്ല, കുടിപ്പിക്കുക, ബാറ് കൊണ്ടുപോയി കുടിപ്പിക്കുക, കാശ് കൊടുക്കുക. മാത്രമല്ല പിന്നെ അവർ പുറകെ നടന്ന് ഇവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചകഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ കണ്ടെത്തി അതിനെയൊക്കെ റെക്കോർഡ് ചെയ്ത് ഒക്കെ ഡോക്യുമെൻ്ററി തയ്യാറാക്കണ്ടേ. നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് ഇതിലേറെ ഗൗരവമുള്ള കാര്യങ്ങളുണ്ടെങ്കിലും കൂടി ഇതെല്ലാം വിളിച്ച് പറയുക ചാനലിലൂടെ. ഏതായാലും പുലിവാല് പിടിച്ചിരിക്കുകയാണ്. പുലി പതുങ്ങി, അവിഹിതം പറഞ്ഞ് തിരിച്ചു വന്നു, വീണ്ടും പുലി പതുങ്ങിയിട്ടുണ്ട്. ഇനി എന്ത് പരിപാടിയും കൊണ്ടാണ് പുലി വരുന്നതെന്ന് അറിയില്ല.